എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ അപ്പു ഭയങ്കര അഹങ്കാരത്തോടു കൂടി എല്ലാ അധികാരവും ആ കുഞ്ഞു കൊച്ചിൻ്റെ അടുത്ത് എടുക്കുകയാണ്. ദേവൂട്ടിനെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ നമ്മുടെ ദേവിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് അടുത്ത് അടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെ ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അപ്പു പറയുന്നുണ്ട് കുഞ്ഞിനോട്, എടി നിന്നെ കൊണ്ട് ഞാനല്ലേ ആ സ്ത്രീനെ അമ്മ എന്ന് വിളിപ്പിച്ചത്, ഞാൻ പറയാണ് ദേ നോക്ക്, എനിക്കൊരു മോളുള്ളൂ, അത് നീയാണ്, നിന്റെ അമ്മയും മമ്മിയും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടല്ലോ എന്ന് പറയാണ്. ഇല്ല എൻ്റെ അമ്മ അതാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പു സമ്മതിക്കണില്ല, കുഞ്ഞിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അത് മാത്രമല്ല ദേവിയാണ് കുഞ്ഞിന് ഫുഡ് വാരി കൊടുക്കണത്. അങ്ങനെ വാരി കൊടുക്കാത്ത വേണ്ട, എൻ്റെ കുഞ്ഞിന് ഫുഡ് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പു തന്നെ ചെയ്യുക. ദേവീനെ മാക്സിമം അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുക. ദേവിക്ക് അത് വരാത്ത വിഷമമൊന്നുണ്ട്. അല്ലെങ്കിലും അവളുടെ കുഞ്ഞൊരിക്കലും സ്വന്തം കുഞ്ഞായിട്ട് ഞാൻ കണ്ടത് കൊണ്ടിട്ട് ഇത്ര വിഷമം അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു, എനിക്ക് മനസ്സിലായി ഇപ്പം അതിൻ്റെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി വരാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ദേവി ഒന്നും ഇടപെടുന്നില്ല കേട്ടോ. അപ്പുവിൻ്റെ പാടായി. അപ്പം അഞ്ചു ഇതൊക്കെ ആയിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ദേവി അടുത്തിന്. എന്തിനാ ദേവി അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്, ഇപ്പം കണ്ടില്ലേ അതൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുവാണ്. പക്ഷെ അപ്പു കുഞ്ഞിനെ വല്ലാതെ പ്രഷർ കൊടുക്കുമ്പോൾ ദേവൂട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് പേടിയോ ടെൻഷനോ കാര്യങ്ങളോ വന്നാൽ അപ്പം തന്നെ തലചുറ്റി വീഴും. നമ്മുടെ ഓട്ടോ വെച്ചിട്ട് തലചുറ്റി വീണ പോലെ, ബോധമില്ലാത്ത പോലെ. അപ്പം അതുകൊണ്ട് അപ്പൂൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് കുഞ്ഞിനെ പെട്ടെന്ന് വല്ലാതെ ആവാണ്. പനിയും അതുപോലെ തന്നെ ബോധക്ഷയവും ഒക്കെ ഉണ്ടാവാണ്. അങ്ങനെ ഹരിയും അതുപോലെ തന്നെ അപ്പവും പോയിട്ട് വണ്ടിയിൽ കൊണ്ടുവരാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ ICUലേക്ക് ഡോക്ടർ കിടത്തുവാണ്. അതിനുശേഷം അപ്പൂരോട് പറയുന്നുണ്ട്, ആ ഹരി അടുത്തും പറയട്ടെ, കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ, ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ വരുത്തി വെച്ചത് നിങ്ങളാണ്. ഇത്ര ചെറുപ്പത്തിൽ ഡിപ്രഷൻ ഈ കുഞ്ഞിനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പ്രഷറാണ് ആ കൊച്ചിനെ കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ കുറ്റപ്പെടുത്തുമായിട്ട് അപ്പു. ആ സമയത്താണ് അപ്പുക്ക് മനസ്സിലാവുന്നത് താൻ കാരണം തൻ്റെ മോളുടെ ജീവിതം കൂടി ആപത്തായല്ലോ എന്ന് മനസ്സിലാക്കാട്ടോ അപ്പു. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശമൊക്കെ ദേവൂട്ടിനെ അപ്പു നമ്മുടെ ദേവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന കുറച്ച് ഭാഗങ്ങളായിട്ട് ഉണ്ടാവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.